മാർച്ച് 26 വ്യാഴാഴ്ച 5 മണിക്ക് വാഴത്തൂപ്പിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം രാത്രി 11 മണിക്ക് തങ്കമണിയിൽ അവസാനിച്ചു. തുടർന്ന് രാവിലെ 4 മണിക്ക് തങ്കമണിയിൽ നിന്നും ആരംഭിച്ച കാൽനട തീർത്ഥാടനം 7:30 വെട്ടിക്കാമറ്റത്ത് എത്തിച്ചേർന്നു. 35 കിലോമീറ്ററാണ് മെത്രാൻ വിശ്വാസികളോടൊപ്പം കാൽനടയായി യാത്ര ചെയ്തത്. വെള്ളയാംകുടി, തോപ്രാംകുടി, നെടുങ്കണ്ടം, രാജകുമാരി എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനങ്ങൾ രാവിലെ 7:30 വെട്ടിക്കാമറ്റം കവലയിൽ എത്തിച്ചേർന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടനത്തിന്റെ ഭാഗമായത്. വെട്ടിക്കാമറ്റത്ത് നിന്നും ആരംഭിച്ച സംയുക്ത തീർത്ഥാടനം 8 മണിക്ക് മലയടിവാരത്തിൽ എത്തിച്ചേർന്നു. രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന ആയിരക്കണക്കിന് വിശ്വാസികളാണ് എഴുകുംവയലിൽ തീർത്ഥാടനത്തെ വരവേറ്റത്. 9 മണിക്ക് പ്രാരംഭ പ്രാർത്ഥനകൾ നടത്തിയ ശേഷം ആരംഭിച്ച കുരിശുമല കയറ്റം 11:30 മലമുകളിൽ എത്തിച്ചേർന്നു. കൊടും ചൂടിനെ അവഗണിച്ചും ആയിരക്കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നത് വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായി മാറി. മലമുകളിൽ തക്കല രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചു. 40-ാം വെള്ളിയുടെ സന്ദേശം നൽകി. ഏറെ ത്യാഗം സഹിച്ചുള്ള ഈ യാത്ര വിശ്വാസത്തിന്റെ നിറവാർന്ന സാക്ഷ്യമാണെന്ന് മെത്രാൻ പറഞ്ഞു. ഈശോ സഹിച്ച പീഡകളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമാണ് നാം ചെയ്യുന്ന ഈ ത്യാഗങ്ങൾ. ജീവിതാനുഭവങ്ങളിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ഈശോയുടെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കാനും വിശ്വാസികൾക്ക് കഴിയണം. കുടുംബങ്ങൾക്ക് വേണ്ടിയും വിവാഹ തടസ്സം നേരിടുന്നവരും ജോലി ലഭിക്കാത്തവരുമായ ചെറുപ്പക്കാർക്ക് വേണ്ടിയും വിവിധ രാജ്യങ്ങളിൽ വിശ്വാസത്തിനു വേണ്ടി പീഡനങ്ങൾ സഹിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജീവിത കുരിശുകളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുമെന്ന ബോധ്യമാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനയും മലകയറ്റവും നമുക്ക് നൽകുന്നതെന്നും ഉദ്ബോധിപ്പിച്ചു. ഇടുക്കി രൂപത വികാരി ജനറൽമാരായ മോൺസിനോർ ജോസ് കരിവേലിക്കൽ, മോൺസിനോർ എബ്രഹാം പുറയാറ്റ്, ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ ഫിലിപ്പ് ഐക്കര എന്നിവർ വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മികരായി. മലകയറിയെത്തിയ മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു. ഉച്ചകഴിഞ്ഞും രാത്രിയും ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശുമലയിലെത്തി പ്രാർത്ഥിച്ചത്. തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് എഴുകുംവയലിൽ ഒരുക്കിയിരുന്നത്. വലിയ നോമ്പിൽ എഴുകുംവയൽ കുരിശുമല സന്ദർശിച്ച് ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. നോമ്പുകാലം തീരുന്നതുവരെയും തീർത്ഥാടകർക്ക് മല കയറുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. മോൺസിനോർ ജോസ് കരിവേലിക്കൽ, ഫാദർ തോമസ് പഞ്ഞിക്കുന്നേൽ, ഫാദർ മാർട്ടിൻ പൊൻപനാൽ, ഫാദർ ജിൻസ് കാരയ്ക്കാട്ട്, ഫാദർ ജോസഫ് ചുനയമ്മാക്കൽ എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി.